ഫ്രണ്ട്സ്, ഇന്നൊരു പോർട്രേറ്റാണ്. ഇന്നൊരു പോർട്രേറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടാൻ പോണത്. ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. പൊന്നൂൻ്റെ നമ്മുടെ ലൈവിൽ കിട്ടിയൊരു ഓർഡർ തന്നെയാണ് ഇതും. അപ്പം നമ്മുടെ പൊന്നൂൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ഞാൻ ചെയ്ത ഒരു വർക്കാണ്. ബർത്ത്ഡേയോടനുബന്ധിച്ച് ചെയ്ത ഒരു വർക്കാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന കണക്ക് തന്നെയാണ് പോർട്രേറ്റ്. മുകൾ ഭാഗം തൊട്ട്, അതായത് ഹെയർ തൊട്ട് നമ്മൾ ഇങ്ങോട്ട് ഔട്ട്ലൈൻ ഇട്ടിട്ട് വരുന്നതാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന കണക്ക് തന്നെയാണ് പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ. ആദ്യമേ ആ ഒരു ഹെയർ, അത് ഏത് സ്റ്റൈലാണോ, ഇതിപ്പോൾ ചരിഞ്ഞ ഒരു ഹെയർ കട്ടാണ്, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആദ്യമേ ഔട്ട്ലൈൻ ഇട്ട് ഇടുകയാണ്. അതിനുശേഷം നമ്മൾ കണ്ണിന് വേണ്ടിയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ മൂക്കിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി എത്ര നീളം കാണും, എത്രത്തോളം ഉണ്ട്, അത് എങ്ങനെയാണ് ആ ഒരു മൂക്കിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആദ്യമേ, അതുപോലെ തന്നെ നമ്മൾ ആ മൂക്കിൻ്റെ ഷേപ്പ്, അതുപോലെ ചുണ്ടിൻ്റെ ഷേപ്പ്, ഇതൊക്കെ എത്രത്തോളം ആണ്, എങ്ങനെ വരുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ ഇടുന്നത്. ആ ഒരു ഔട്ട്ലൈൻ ഇടുന്നതിൻ്റെ കൂടെ തന്നെ അത് എങ്ങനത്തെ ഷെയ്ഡായിരിക്കും, ആ ഉയർന്നിരിക്കുന്ന ചുണ്ടിൻ്റെ മേൽചുണ്ട്, താഴ്ചുണ്ട്, അത് ഉയർന്നിരിക്കുന്ന ഭാഗം, അതുപോലെ ഗ്ലാസ്, അപ്പോൾ ഇതെല്ലാം നമ്മൾ കറക്റ്റ്ലി അതേപോലെ ആ ഒരു ഇതെന്ന് വെച്ചാൽ നല്ല റൗണ്ട് ഷേപ്പിലൊരു ഫേസ് ആണെങ്കിൽ ചെറിയ ഒരു ഷെയ്ഡ്, അപ്പോൾ ആ ഒരു ഷെയ്ഡ് അത് എവിടെയൊക്കെയാണോ വരുന്നത്, ആ ഒരു താടി ഭാഗം ഒരു പ്രത്യേക ചെറിയ ഒരു ഷേപ്പോടുകൂടി, അതായത് ആ ഒരു ഷെയ്ഡ് എവിടെയൊക്കെയാണോ വരുന്നത്, ഡാർക്ക് ഷെയ്ഡ് എവിടെയൊക്കെയാണോ വരുന്നത്, അതെല്ലാം ഡാർക്ക് ഷെയ്ഡോടുകൂടിയാണ് ഔട്ട്ലൈൻ ഇട്ട് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ഈ കണ്ണ്, മൂക്ക്, ചുണ്ട്, ഇത് ഇത്രയും നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഔട്ട്ലൈൻ ഇട്ട് കറക്റ്റാക്കി എടുക്കുന്നത്. ആ ഒരു താടി ഷേപ്പ്, ആ ഒരു ഫേസിൻ്റെ ഷേപ്പ് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനിയെന്ന് വെച്ചാൽ ആ ഒരു കണ്ണിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആ ഒരു പോർഷൻ വിട്ടതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഒരു ലൈൻ ഇട്ട് കണ്ണ് കറക്റ്റ് പെർഫെക്റ്റ് ആക്കി എടുക്കാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പം ആ ഒരു ഷെയ്ഡിങ് ഇതുപോലെ നമ്മൾ ഏത് പോർട്രേറ്റ് തന്നെ ചെയ്താലും നമ്മൾ ആ ഒരു ഹെയർ തൊട്ട് വരച്ച് നമ്മൾ ഇടവിട്ട് ഒരു ഗ്യാപ്പിട്ട് വേണം ഒന്ന് വരച്ച് കഴിഞ്ഞ് ഒന്ന് എണീറ്റ് ഒന്ന് പോയി നോക്കി അത് ആ ഒരു ഒറിജിനൽ ഫോട്ടോയും ഈ ഒരു ഫോട്ടോയും അത് സ്റ്റാർട്ടിങ് വരയ്ക്കുന്നവർക്കായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന് വെച്ച് ഉണ്ടല്ലോ കണ്ണിൻ്റെ അവിടെ ലൈനിട്ട് ആ ഒരു കണ്ണിൻ്റെ ഔട്ട്ലൈൻ അത് കറക്റ്റ്, അത് ഏത് ഷേപ്പ് എല്ലാം അങ്ങനെ തന്നെയാണ്. മൂക്കും ചുണ്ടും കണ്ണും എല്ലാം ഏത് ഷേപ്പ്, ചില കണ്ണിൻ്റെ എന്ന് വെച്ചാൽ നല്ല നീളമായിരിക്കും, ചിലപ്പോൾ നല്ല റൗണ്ടായിരിക്കും, അങ്ങനെ പല ഷേപ്പിൽ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ആ ഒരു ഷേപ്പ് എങ്ങനെയാണോ അത് അതിൽ ക്രിയേറ്റ് ചെയ്ത് ഒരു ലൈൻ വരച്ചിട്ട് വേണം അപ്പർ പോർഷനും താഴത്തെ പോർഷനും അതിൽ കംപ്ലീറ്റ് വരച്ച് വെക്കാനായിട്ട്. അതിനുശേഷം ആ ഒരു കൺപോളയുടെ ആ ഒരു ലൈനിങ് ചിലത് നല്ല വീതിയോടുകൂടി കാണും, ചില ലൈനിങ്ങുകൾ കുറവായിരിക്കും. അപ്പോൾ എല്ലാമേ അത്രയും കോൺസെൻട്രേറ്റ്, അത്രയും ശ്രദ്ധയോടെയാണ് നമ്മൾ ഈ പോർട്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ. കറക്റ്റ് പറഞ്ഞാൽ ഞാനിത് ഇത്രയും വരയ്ക്കുമ്പോഴത്തേക്ക് നല്ല കണ്ണിന് നല്ലൊരു സ്ട്രെയിൻ തന്നെയാണിത്. അതുകൊണ്ടാണ് ഇടവിട്ട് ഞാൻ ഈ പോർട്രേറ്റുകൾ ചെയ്യുന്നത്. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെറും 2 മണിക്കൂർ കൊണ്ട് നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റും. അത്രയും ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രം നമുക്ക് പെട്ടെന്ന് അത് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ആ ഒരു ഹെയറിൻ്റെ ഔട്ട്ലൈനിങ്ങും എല്ലാം നമ്മൾ അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ലൈനിങ്ങും അതാത് പ്രാധാന്യത്തോടെ നമ്മൾ ചെയ്തെടുത്താൽ മാത്രം മതി. ഔട്ട്ലൈനുകളെല്ലാം ആ ഒരു ഹെയർ എൻ്റെ ലൈൻ എങ്ങനെ ഓരോ വരകൾ നമ്മൾ കളർ ഷെയ്ഡ് ചെയ്യുന്ന കണക്ക് തന്നെയാണ് ഒരു പെൻസിൽ ഷെയ്ഡ്. ചാർക്കോൾ പെൻസിൽ ബെസ്റ്റാണ്. ഞാൻ വീണ്ടും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതെല്ലാം ഫിനിഷായപ്പോൾ ഞാൻ വീണ്ടും ചാർക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറേ കൂടെ എന്താ പറഞ്ഞത്, നമ്മുടെ പെൻസിൽ ഷെയ്ഡ് തന്നെയാണ് എനിക്ക് കുറേ കൂടെ. പെൻസിലിൻ്റെ അപ്സര പെൻസിലും ഡാർക്ക് ആൻഡ് ലൈറ്റ് പെൻസിലുകൾ ഒരുപാടുണ്ട്. സ്മൂത്തായിട്ടുള്ളത് കൊണ്ട് ചാർക്കോൾ ആകുമ്പോൾ ഹൈപ്പർ ഡാർക്കാണ്, നമുക്ക് ചെറുതായിട്ടൊരു പ്രസ്സിങ് മാത്രം മതി. അതാണ് ഈ 2 പെൻസിലിൻ്റെ ഒരു പ്രത്യേകത. ചാർക്കോൾ പെൻസിലാകുമ്പോൾ ഇതിൻ്റേതായിട്ടുള്ള ഷെയ്ഡിങ്ങിൽ നമുക്ക് ചെറിയ ഒരു പ്രസ്സിങ് കൊടുക്കുമ്പോൾ തന്നെ അതിവിടെ ഷെയ്ഡ് വീഴുമെന്നുള്ളതാണ്. നമ്മൾ സാധാരണ അപ്സര പെൻസിലാണ് നമ്മൾ ഡ്രോയിങ് പെൻസിലായിട്ട് യൂസ് ചെയ്യുന്നത്. HB പെൻസിലും ഉണ്ട്, 2B ഉണ്ട്, അങ്ങനെ പല പോയിൻറ്റഡ് ആയിട്ടുള്ള പെൻസിലുണ്ട്. 5B ഉണ്ട്, 6B ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഹൈ ഡാർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. അതുപോലെ ഡ്രസ്സിന് ഷെയ്ഡ് ചെയ്യാനായിട്ട് എനിക്ക് ഹൈപ്പർ ഡാർക്ക് പെൻസിൽ എൻ്റെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റി.
അപ്പം ഇതുപോലെ നമ്മൾ ഓരോ പോർഷനും ആ ഒരു കണ്ണിൻ്റെ പോർഷനായാലും ആ ഒരു സ്പെക്സിൻ്റെ പോർഷനായാലും എല്ലാം നമ്മൾ അതേപോലെ ചെയ്ത് ഓരോ പോർഷനുകൾ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ഒറിജിനൽ ഫോട്ടോയോട് കൂടി വെച്ച് ഒന്ന് എണീറ്റ് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ചെയ്തതിൽ എവിടെയൊക്കെ മിസ്റ്റേക്സുകളുണ്ട്. ആ ഒരു മിസ്റ്റേക്സ് നമുക്ക് തിരുത്തി ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഇവിടം വരെ ഒരു ആ ഒരു എന്താ പറയുന്നത് ഒരു ചെയിൻ്റെ അത്രയും ഗ്യാപ്പ് ഉണ്ട്. അവിടെ വൈറ്റായിട്ട് മാത്രം ഷെയ്ഡ് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കൊടുക്കാം. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അതുപോലെ ഇട്ടത്. കണ്ടില്ല, ഒരു ഹെയറിൻ്റെ ഓരോ ലൈൻസുകൾ നമുക്ക് പ്രത്യേകമായിട്ട് തന്നെ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഏത് പെൻസിൽ യൂസ് ചെയ്യാം. ഇപ്പം ഷെയ്ഡുകൾ ഇരുന്ന് ഷെയ്ഡ് ആ ഒരു ഷെയ്ഡും കൂടി വന്നാൽ മാത്രമേ ശരിക്കും ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. കറക്റ്റിലി ഇത് ഹൈ ഡാർക്ക് പെൻസിലാണ്. പക്ഷേ ചാർക്കോൾ പെൻസിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് അത് തീർന്നു പോയി. ഒരു പാക്കോടുകൂടിയാണ് പോയിൻറ്റഡ് ആയിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചത്. ഇന്ന് ഞാൻ പോയി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചാർക്കോളിട്ട് ആകുമ്പോൾ നമുക്ക് ഇത്രയും എഫേർട്ടില്ല. ചാർക്കോളാകുമ്പോൾ നമുക്ക് ഇത്രയും എഫേർട്ടായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ചെറുതായിട്ട് ഹൈ ഡാർക്കുള്ള പോർഷൻ നമുക്ക് ഡാർക്കായിട്ടൊന്ന് പിടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫേസുകൾ ചെയ്തെടുക്കാം. ഇത് ചെയ്യുന്ന പോർട്രേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് എന്താ പറയുന്നത്, അവർ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഞാൻ വീണ്ടും അത് പറയുന്നു, അവരുടെ കൈ നല്ല രീതിയിൽ തെളിഞ്ഞു വരും. ഇതെൻ്റെ ഒരു പാഷനാണ്. കഴിഞ്ഞ ഇതിലും ഞാൻ പറയുന്നതാണ്. ഞാനിത് പോർട്രേറ്റ് എന്നൊരു സബ്ജക്റ്റ് ഞാൻ ചെയ്തുകൊണ്ട് ഇതിപ്പോൾ ലൈവിലെ ഫസ്റ്റ് ടൈമാണ്. എനിക്ക് 2-3 ഓർഡറുകൾ 3-4 ഓർഡർ, ഇതിന് ഏറ്റവും മുമ്പേ എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഇപ്പോഴാണ് ഈ ലൈവിൽ എനിക്ക് ഒരു 2 ഓർഡർ കിട്ടിയത്. അപ്പം അതെനിക്ക് ചെയ്തെടുക്കാൻ പറ്റി. ഒരുപാട് താങ്ക്സ് ഉണ്ട് പൊന്നുകുട്ടി. അപ്പം മോളുടെ ബർത്ത്ഡേയോടനുബന്ധിച്ചാണ് എനിക്കിത് ചെയ്യാൻ ഒരു ഓർഡർ തന്നത്. അപ്പം എന്താ പറയുക, ഇതുപോലെ പോർട്രേറ്റുകൾ ആവശ്യമുള്ളവർ ലൈവിൽ ആവശ്യമുള്ളവർ എൻ്റെ ഇൻസ്റ്റയിൽ എന്നെ ഒന്ന് കമൻസ് ഇട്ടാൽ മതി. കോണ്ടാക്റ്റ് ID എന്ന് പറയുന്നത് ഇൻസ്റ്റ ID എന്ന് പറഞ്ഞത് കർത്താ ജയശ്രീ ഗോവിന്ദനാണ്. കർത്താ ജയശ്രീ ഗോവിന്ദൻ അതാണ് എൻ്റെ ഇൻസ്റ്റ ID. അപ്പോൾ അതിൽ കൂടെയാണ് ഞാൻ ഈ പോർട്രേറ്റുകളെല്ലാം ചെയ്ത് കൊടുക്കപ്പെടുന്നത്. അതുള്ള വാട്സപ്പിലല്ല, അല്ലാതെ ഉള്ളവർക്ക്, ഈ ലൈവിലുള്ളവർക്ക് അല്ലാതെയും ഞാൻ ഇൻസ്റ്റയിൽ കൂടെയാണ് കൂടുതലും. അപ്പം QR കോഡ് നമുക്ക് അങ്ങോട്ട് ഇടാനും അതിനൊക്കെയുള്ള സൗകര്യം ഇതുണ്ട്. എന്താ പറയുന്നത്, ലൈവിലാകുമ്പം നമുക്ക് ഡയറക്റ്റ് ത്രൂ ആയിട്ട് മൊബൈൽ നമ്പർ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് ലാസ്റ്റ് ഷെയ്ഡിങ് ആയി കഴിഞ്ഞ ഒരു ചെയിൻ്റെ ബാക്കിയുള്ള പോർഷനുകൾ നമ്മളിത് സോഫ്റ്റായിട്ടുണ്ട് ചരിച്ച് വെച്ച്, നമ്മൾ ആ ഒരു പെൻസിൽ വളരെ ഡാർക്ക് പെൻസിൽ വളരെ ചരിച്ച് വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ബർത്ത്ഡേയോടുകൂടി ചെയ്ത് കൊടുത്തതാണ്. പൊന്നൂസ് ഒരുപാട് താങ്ക്സ് ഉണ്ട് മോളൂട്ടിയെ.